ഇപ്പം തിയേറ്ററിൽ ഹിറ്റായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ഫിലിമാണ് സൈക്കിൾ അല്ലെ? ഇപ്പൊ സൈക്കിളിൽ ഒരു പാട്ടുണ്ടല്ലോ സന്ധ്യയുടെ കൂടെ, പാട്ടുണ്ടായിരുന്നു. എങ്ങനെയാണ് അതിന്റെ ഷൂട്ടിംഗ് ടൈം? ശരി, ആ സോങ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സോങ് ആണ്. ഒരു മെലഡി ആയിട്ട്. ഇപ്പം മെജോ ആണ് അത് മ്യൂസിക് ഡയറക്ട് ചെയ്തത്. അപ്പം ചിത്രേച്ചിയും അത് ശ്രീനിവാസും കൂടെ പാടിയതാണ്. അപ്പം നല്ല പാട്ടാണ് അത്. ശരിക്കും ഒരു മോണ്ടേജസ് ആണ് ആ പാട്ടിൽ കൂടുതൽ ഉപയോഗിച്ചേക്കുന്നത്. അതെനിക്ക് എന്താ വെച്ചാൽ കണ്ണൂരായിരുന്നു അത് എടുത്ത മൊത്തം. അതെന്ന് പറഞ്ഞാൽ ഈ ഷൂട്ടിംഗ് നടക്കുമ്പോൾ തന്നെ അതിൻ്റെ ഇപ്പോൾ ഉച്ച കഴിഞ്ഞിട്ട് ഉച്ചവരെ ഷൂട്ട് ഉണ്ടാവും. അത് കഴിഞ്ഞതിന് ശേഷം പാട്ടിൻ്റെ ബിറ്റുകൾ എടുക്കുക, അങ്ങനെ എടുത്തെടുത്ത് പോയ പാട്ട് ആ സ്റ്റേഡിയത്തിൽ വെച്ചിട്ടും ക്രിക്കറ്റിൻ്റെ ഇതും ശരിക്കും നല്ലൊരു മൂഡായിരുന്നു ആ പാട്ടിൻ്റെ. ഞാൻ ചില സീക്വൻസ് ഒക്കെ എന്ന് വെച്ചാൽ പാട്ടില്ലാതെ ഷൂട്ട് ചെയ്തിട്ട് പോലും ആ പാട്ട് എപ്പോഴും നമ്മൾ 2 പ്രാവശ്യം കേട്ടെങ്കിൽ പോലും എനിക്ക് ആ പാട്ട് ഭയങ്കരമായിട്ട് മൈൻഡിലുണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം എനിക്കൊന്ന് ആ സീക്വൻസ് ഒക്കെ ചെയ്തപ്പോൾ ഭയങ്കര ശരി ആ ഒരു നമ്മൾ പെട്ടെന്ന് ആ പാട്ടിലേക്ക് ഇൻവോൾവ് ആയി പോകുന്നുണ്ടായിരുന്നു ആ സീക്വൻസ് ചെയ്തപ്പോൾ. നല്ല കുറേ ഇപ്പം ശരിക്കും എനിക്ക് കണ്ണൂരിലെ കോട്ട അതൊക്കെ ശരിക്കും യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ബീച്ചിന്റെ തലശ്ശേരി ആ ബീച്ചിന്റെ പോർഷനൊക്കെ അതിൽ എനിക്ക് തോന്നുന്നു ആ പാട്ടത്രയും ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നത് ഈ ഷാജാന്റെ ക്യാമറ വർക്കും നല്ല വിഷ്വൽ ഇതായിരുന്നു. ഇൻഫാക്ട് ആ സ്ഥലത്തെ മാക്സിമം ബ്യൂട്ടിഫുൾ ആയിട്ട് അത് ക്യാമറ എടുത്തിട്ടുണ്ട് ഷാജാന്റെ. അപ്പോൾ വിനു മോഹൻ ഇഷ്ടപ്പെട്ട സൈക്കിളിലെ പാട്ടുണർന്നു എന്ന ഗാനം കേട്ട് തിരിച്ചു. പാട്ടുണർന്നുവോ, കാതിൽ തെന്നിറഞ്ഞുവോ, ആരോ ഏറ്റുപാടിടും രാഗം അനുരാഗം. പാട്ടുണർന്നുവോ, കാതിൽ തെന്നിറഞ്ഞുവോ, ആരോ ഏറ്റുപാടിടും രാഗം അനുരാഗം. കൊട്ടാരക്കര ശ്രീധരൻ നായരുടെ ചെറുമകനും സായികുമാറിന്റെ മരുമകനുമായ വിനു മോഹൻ അമ്മയോടും അമ്മാവനോടും ഒത്ത് അഭിനയിക്കാൻ പറ്റിയൊരു സിനിമയായിരുന്നു സൈക്കിൾ. അപ്പോൾ 3 തലമുറയുടെ ശക്തമായ അഭിനയ പാരമ്പര്യം പ്രശസ്തനായ നടനുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് അമ്മയോട് ചോദിക്കാം. അമ്മ ആദ്യമായിട്ട് സിനിമയിലോട്ട് വരുന്നത് എങ്ങനെയായിരുന്നു? അത് അച്ഛൻ്റെ സപ്പോർട്ട് എന്തായാലും ഉണ്ടാവുമല്ലോ. അച്ഛൻ്റെ ഒരു ഇതുണ്ട്, സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ അച്ഛൻ്റെ മോളാന്നുള്ള ഒരു ഇതുണ്ട്. പക്ഷെ അച്ഛൻ അതിന് വേണ്ടിയിട്ട് നമ്മളെ പ്രോത്സാഹിപ്പിക്കുകയോ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. നാടകത്തിൽ കൂടിയല്ലായിരുന്നോ എൻട്രി? അല്ല, ഫസ്റ്റ് ഞാൻ ഫിലിമിലായിരുന്നു, പിന്നെ ഞാൻ നാടകം അഭിനയിച്ചേ. അത് എനിക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു സിനിമ അഭിനയിക്കാനൊരു ഇൻട്രസ്റ്റിങ് ഉണ്ടായിരുന്നു. അതങ്ങനെ. പക്ഷേ ഞാനെങ്കിൽ കോളേജിലൊന്നും വലുതായിട്ട് ഒന്നും പങ്കെടുത്തിട്ടില്ല. അതൊക്കെ ഇത്തിരി റിസർവായിരുന്നു. അങ്ങനെ എന്തോ അപ്പം ഞാനയുടെ പ്രൊഡക്ഷനായിരുന്നു ബലൂൺ. അപ്പോൾ അത് നമ്മുടെ ഫാമിലി ആയിട്ട് നല്ല അറ്റാച്ച്മെൻറ്റ്, അങ്ങനെയുള്ള ഒരു നമ്മുടെ വീട്ടിലെ ഒരു പടം പോലെ ചെയ്യുന്ന ഒരു ഫീലിംഗ് ആയിരുന്നു. അതുകൊണ്ട് അതിൽ ചെയ്തു. ഒരു പടം ഞാൻ നായികയായിട്ട് ചെയ്തുള്ളൂ. അത് കഴിഞ്ഞിട്ട് പിന്നെ പോകാൻ നല്ല താല്പര്യം എനിക്ക് തോന്നി. പക്ഷെ നാടകങ്ങൾ ഒരുപാട് ചെയ്തിട്ടില്ലേ? പിന്നെ അത് കഴിഞ്ഞിട്ട് സിനിമയിൽ തന്നെ തുടർന്നത് നാടകത്തിലോട്ടായിരുന്നു കൂടുതൽ നാടകമായിരുന്നു. പിന്നെ 84 എൻ്റെ കല്യാണമായിരുന്നു. പിന്നെ ചേട്ടനും ആർട്ടിസ്റ്റാണല്ലോ. പിന്നെ ഞങ്ങൾ രണ്ടും കൂടെ സ്വന്തമായിട്ട് ട്രൂപ്പ് തുടങ്ങി. അങ്ങനെ പിന്നെ നാടകം കുറേ നാൾ കണ്ടിന്യൂ ചെയ്തു. അങ്കിളുടെ എൻട്രി എങ്ങനെയായിരുന്നു നാടകത്തിലോട്ട്? നാടകത്തില് ഞാനും ആദ്യം സിനിമയിലാണ് അഭിനയിച്ചത്. ഞാൻ 10-12 വയസ്സിലെ മത്സരം എന്ന് പറഞ്ഞൊരു സിനിമയിൽ സെക്കൻഡ് ഹീറോയിനായിട്ട് മരിച്ചുപോയ റാണി ചന്ദ്രൻ നായികയായിരുന്നു. പിന്നെ ചക്രവാകം, രാഗന്താനം പല്ലവി, ഇങ്ങനെ കുറെ സിനിമകൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനു മുമ്പ് നാടകം ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോളേജിലൊക്കെ ഞാൻ ശരിക്കും നാടകങ്ങൾ ചെയ്തിട്ടുണ്ട്. പാത്തമ്മ കോളേജിൽ ആർട്സ് ക്ലബ് സെക്രട്ടറി ആയിരുന്നു. അന്ന് നമ്മുടെ ഇന്നത്തെ സിനിമ ഫീൽഡിൽ നിൽക്കുന്ന കുറേ പേരൊക്കെ ഉണ്ടായിരുന്നു അന്ന് അവിടെ പഠിക്കാനും. അന്നേ നാടകം ഉണ്ടായിരുന്നു. പിന്നെ പ്രൊഫഷണൽ നാടകത്തിനകത്ത് അത് കഴിഞ്ഞിട്ട് അപ്പം ഈ സിനിമ അഭിനയിച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്കൊരു പ്രത്യേക ഒരു അസുഖം ഉണ്ടായിരുന്നു. അത് കാരണം ഞാൻ ഡിസ്കണ്ടിന്യൂ ചെയ്ത് നാട്ടിൽ വന്നു. അത് കഴിഞ്ഞ് ആ സമയത്ത് കേരളത്തിലൊരു വലിയ ട്രൂപ്പ് ഗീത ആർട്സ് ക്ലബ്ബ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്ത് അഭിനയിക്കാൻ വന്നപ്പോൾ അന്ന് ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയാണ്. അപ്പോൾ അന്ന് ഈ നാടകവും സിനിമ ഏതാണ്ട് ഒരേപോലെയാണ് പ്രേക്ഷകർ കണ്ടത്. ആരാധകർ അത്രയും തോന്നുന്നു. അപ്പോൾ നമുക്ക് കുറേ അധികം ഫ്രീയും കാര്യങ്ങളൊക്കെ നാടകത്തിലായതുകൊണ്ട് എനിക്ക് കൂടുതൽ ഇൻട്രസ്റ്റ് നാടകത്തിനോടായിരുന്നു. അപ്പോൾ അങ്ങനെ നാടകമാണ് കൂടുതൽ ഞാൻ ചെയ്തത്. ആ നാടകത്തിൽ കൂടെ തന്നെയാണ് ഞങ്ങളുടെ കല്യാണം നടക്കുന്നത്. KPSC നിങ്ങൾ തന്നെ പോസ്റ്റേക്ക് കണ്ടിട്ട് നേരത്തെ ഞങ്ങളൊരു ഡിസ്റ്റൻറ്റ് റിലേഷൻ ഉണ്ട് ഞങ്ങളുടെ 2 വീട്ടുകാർ തമ്മിൽ. എൻ്റെ അച്ഛനും ശരിക്കും പറഞ്ഞാൽ എൻ്റെ അച്ഛനും ഇവിടെ അച്ഛനും 10-13 വയസ്സിൽ അവിടെ ഒരു ചടയങ്കാവെന്നും പറഞ്ഞ കാവും. അവിടെ വെച്ച് ഇവർ പ്രഹസനമെന്ന് പറഞ്ഞ് നാടക പോലത്തെ ഈ നമ്മുടെ കവുങ്ങിൻ്റെ പാളയൊക്കെ തൊപ്പിയൊക്കെ വെച്ച് ഈ ഓലമടലുമൊക്കെ വാളൊക്കെ ആയിട്ട് അന്നും അദ്ദേഹം കളിക്കുന്ന വേലിത്തമ്പി കളവാണ്. അപ്പോൾ അതിൻ്റെ 2 പേരും കൂടെ ഒന്നിച്ചൊക്കെ ആ നാടകം കളിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു വലിയൊരു പൂർവ്വകാല ബന്ധം അതിനകത്തുണ്ട്.
അച്ഛൻ്റെ അച്ഛനും അമ്മയുടെ അച്ഛനും ഒരുമിച്ച് പഠിച്ചതാണ്. കൊട്ടാരക്കരയായിരുന്നു അച്ഛൻ അന്ന് ചെറുപ്പത്തിലെ ഇവരുടെ വീടിന്റെ അടുത്താണ് താമസിച്ചോണ്ട്. അത് കഴിഞ്ഞ് പിന്നെ മാറി. അറേഞ്ച്ഡ് മാരേജ് തന്നെയായിരുന്നു. അതെ അതെ അതെ. പിന്നെ ഞാൻ ഇതേ പറഞ്ഞോളൂ, ഇതൊന്നും വന്നില്ല. ഇല്ല ഇറങ്ങി വഴി നിന്നെ ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്നത്. അത് തിരുവല്ല വെച്ചായിരുന്നു ഒരു തിരുവല്ല ഒരു പള്ളിയിൽ നാടകമായിരുന്നു KPC-യിൽ. അപ്പം ഇങ്ങനെ ഞാൻ വണ്ടിയിലിരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയപ്പോൾ എന്നെ ഇങ്ങനെ വിളിച്ചു. അപ്പം അറിയില്ല, അപ്പം ഞങ്ങൾ രണ്ട് ഹീറോയിനായിട്ട് ചെയ്യുന്നതാണ്. അപ്പം ഞാൻ വെച്ചാൽ നാടകത്തിൻ്റെ വല്ല കാര്യം പറയാനായിരിക്കുമോ എന്നാണ് ധരിച്ചു. എന്നാൽ വല്ല എൻഗേജ്മെൻറ്റ് ഉണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ ഒന്നും വേണ്ടിയില്ല. അപ്പോൾ ഞാൻ ഇല്ല, ആ ശരി പോയി ഇരുന്നോളം പറഞ്ഞു. പിന്നെ ഞാൻ പോയിരിക്കുകയും ചെയ്തു. പിന്നെ വീട്ടുകാരായിട്ടൊക്കെ പറഞ്ഞു പേഴ്സണായിട്ട് എന്നോട് ഇങ്ങനെ ചോദിച്ചു എൻഗേജ്മെന്റ് വല്ലതും ഉണ്ടോ ചോദിച്ചല്ലേ, നേരത്തെ ഫ്രീ ആണോ എന്ന് ഉറപ്പാക്കിയതിന് ശേഷമായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ സത്യത്തിന് പിന്നെ കല്യാണം ആലോചിക്കാൻ ചെല്ലുന്നത് മരിച്ചുപോയ തോപ്പിൽ ബാധിച്ചൻ, തിക്കുറിശി മാമൻ, എൻ്റെ അച്ഛനും അമ്മ, എൻ്റെ അനിയനുണ്ട്, ഒരു പോലീസ് ഓഫീസറുണ്ട്, അദ്ദേഹം, ഇവരെല്ലാം കൊണ്ടാണ് ആദ്യമായിട്ട് അവരുടെ അച്ഛനൊക്കെ ചെന്നത്. അങ്ങനെ പിന്നെ എല്ലാം വീട്ടുകാരുടെ കൂട്ടുള്ള അറേഞ്ച്ഡ് ആയിട്ടുള്ള വിവാഹമായിരുന്നു. പിന്നെ ഞങ്ങളുടെ വിവാഹത്തിനകത്ത് എന്നെ സ്വീകരിച്ചുകൊണ്ട് വരുമ്പോൾ ഒരു വലിയൊരു പ്രത്യേകതയുണ്ട്. തിയേറ്ററിൽ വെച്ചായിരുന്നു ഈ വിവാഹം നടത്തിയത്, മിനർവ തിയേറ്ററിൽ. അവിടെ എന്നെ സ്വീകരിക്കുന്ന ആ ഫോട്ടോയ്ക്കകത്ത് ഇപ്പോഴും ഉണ്ട്. അവിടെ മോഹൻലാലിന്റെ ഒരു പടമുണ്ട്, അതിന്റെ പോസ്റ്റർ ഉണ്ട്, ഇവിടെ തുടങ്ങുന്നു. ഒരു കോയിൻസിഡന്റ് പോലെയാണ്. ഇവിടെ തുടങ്ങുന്നു, ജീവിതം തുടങ്ങാണ്. ഒരു സിനിമയുടെ പോസ്റ്റർ എന്റെ ബാക്ക്ഗ്രൗണ്ടിലുണ്ട്. അങ്ങനെയൊക്കെ കുറെ രസകരമായ അനുഭവമുണ്ട്. പിന്നെ വിഷുവിന്റെ ആണെങ്കിൽ ഞങ്ങളെ അവരുടെ കൊച്ചിലേക്ക് സത്യത്തിന് കൂടുതൽ വിഷുവും നാടക സ്ഥലങ്ങളിലും പല പല ദേശങ്ങളിലായിരുന്നു. പല പല ആ വർഷം വരുന്ന ഏത് സ്ഥലവും അവിടെ വെച്ചാൽ. അപ്പൊ ആ അവധി സമയമായതുകൊണ്ട് ഇവരെ ഞങ്ങളുടെ കൂടെ കാണും മിക്കവാറും. ശരിക്കും പറഞ്ഞാൽ വിഷുവിന്റെ ഈ കൈനീട്ടം കൂടുതൽ കിട്ടുന്ന ഇവർക്ക്. യവന്മാര് രണ്ടുപേരും കൊച്ചു പിള്ളേരല്ലേ. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാ ആർട്ടിസ്റ്റുകളും അങ്ങോട്ടും ഇങ്ങോട്ടും ടെക്നീഷ്യൻസിനും എല്ലാം ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം വിഷു കൈനീട്ടം കൊടുക്കും. അപ്പം ഇവർക്ക് ഒത്തിരി കിട്ടും എല്ലാവരുടെയും. അങ്ങനത്തെ അതൊരു കാര്യം. നമ്മളിപ്പം ആറ്റുകാല്, തിരുവനന്തപുരത്ത് ആറ്റുകാല് അമ്പലത്തിലെ പൊങ്കാല സമയത്ത് എല്ലാവരും, എനിക്കൊന്ന് തിരുവനന്തപുരത്ത് ഉൾപ്പെട്ട എല്ലാവരും ഇടും. അന്ന് ഏറ്റവും കൂടുതൽ പൊങ്കാല ഇടുന്നതിന്റെ പായസങ്ങളും ഏറ്റവും കൂടുതൽ ഉള്ളത് ആ സമയത്ത് പൊങ്കാല ഇടാത്ത ഏതെങ്കിലും ഒരു വീടുണ്ടെങ്കിൽ അവിടെ ആയിരിക്കും തിരുവനന്തപുരത്ത് ഏറ്റവും കൂടുതൽ പ്രസാദം ഉള്ളത്. അതേപോലെ വിഷുവിന് എല്ലായിടത്തും കറങ്ങി നടക്കുന്നുണ്ട്. അവിടെ ഉള്ള ആൾക്കാരെല്ലാം നമ്മൾ കൊടുക്കണ്ടല്ലോ, അപ്പൊ നമുക്ക് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും. പിന്നെ അതുപോലെ തന്നെ ഒരു റെക്കോർഡ് വിൻചേട്ടനുണ്ട്. വിൻചേട്ടൻ അറിയാൻ തോന്നുന്നു. കാര്യം ഏറ്റവും കുഞ്ഞിലെ സ്റ്റേജിൽ കയറി ആന്റി പ്രഗ്നന്റ് ആയിരുന്നപ്പോഴേ ഞാനത് കേട്ടിട്ടുണ്ട്. കയറി നല്ലൊരു ഇതായിരുന്നു എന്ന് പറഞ്ഞു. മീൻസ് പെട്ടെന്നൊരു അവസരത്തിൽ കയറേണ്ടി വന്നല്ലേ. നമ്മുടെ ട്രൂപ്പായിരുന്നു. അപ്പൊ പിന്നെ ചില നാടൻ ബുക്ക് ചെയ്തപ്പോ നമ്മളെ ഉദ്ദേശിച്ച അവര് ബുക്ക് ചെയ്തു പോയി. അപ്പൊ പെട്ടെന്ന് എനിക്ക് പകരം അഭിനയിച്ച കുട്ടിക്കും വരാൻ വയ്യാത്ത ഒരവസ്ഥയായി. അപ്പൊ അങ്ങനെ ഞാൻ കയറേണ്ട ഒരു സാഹചര്യം വന്നു. അങ്ങനെ അഭിനയിച്ചപ്പോ 8 മാസം ഗർഭിണിയായിരുന്നു ഇവന് ആ സമയത്ത്. അപ്പം ഓഡിയൻസ് കുറെ ഞാൻ സാരിയൊക്കെ ഇങ്ങനെ മറച്ചുമൊക്കെ വെച്ചെങ്കിലും ഓഡിയൻസിന് അവസാനം പിടികിട്ടി. ലോഡാന്ന് വിളിച്ചു. വേറെ കോയിൻസിഡൻസ് ഉണ്ട്. അതൊരു ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രമാണ്, തഴവ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം എന്ന് പറയുന്നത്. അപ്പൊ അവിടാണ് ഫസ്റ്റ് ഈ ഗർഭാവസ്ഥയിൽ കൃഷ്ണനുമായിട്ട് അമ്മ ബന്ധം അങ്ങനെയൊക്കെയുള്ള കുറെ രസങ്ങളുണ്ട്. മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ ഒരു കുടുംബം മൊത്തമായിട്ട് നിങ്ങൾ 4 പേര് അഭിനയിച്ചൊരു ഫിലിം കണ്ണമടങ്ങിയത് ഞാൻ, നെവനുണ്ട്, അനുവുണ്ട്, വിനുവുണ്ട്, അമ്മ അച്ഛനുമായിട്ട് കോമ്പിനേഷൻ ഉണ്ട്. അമ്മ അച്ഛനായിട്ട് ഞങ്ങൾക്ക് കോമ്പിനേഷൻ ഇല്ല, ഞാനും ഇവനുമായിട്ട് ഉണ്ടായിരുന്നല്ലോ കോമ്പിനേഷൻ. അപ്പൊ അത് ഉണ്ടെന്ന് പറയുമ്പോ അൻചേട്ടൻ എങ്ങനെയാ ഉണ്ടോ അഭിനയൊക്കെ? അഭിനയം ഞാൻ അത് അഭിനയിച്ചിട്ടേ ഉള്ളൂ. ഞങ്ങൾ സ്കൂളിലും കോളേജിലും ഒന്നും ഇല്ല. ഇയാൾ ഇൻസ്ട്രുമെന്റ് ഒക്കെ വായിക്കാൻ, ചിത്രരചന, ഇതിലൊക്കെ കൂടുതലും. ചേട്ടനെ പാല് വെക്കുന്നെങ്കിലും ചേട്ടൻ തന്നെ പറ്റിയ കോമ്പിനേഷനാണ്. ഞങ്ങള് എവിടെ ഇപ്പൊ ഞാൻ എവിടെങ്കിലും കറങ്ങാൻ പോണെങ്കിലൊക്കെ മിക്കവാറും ഞങ്ങളുടെ ഒരു പണ്ട് തൊട്ടായാലും ഫ്രണ്ട്സ് ആയിട്ടുള്ള കറക്കത്തേക്കാളും കൂടുതൽ ഞങ്ങൾ തമ്മിലുള്ള കറക്കം. ഇവന്റെ ഫ്രണ്ട്സ് ആയിട്ട് ചിലപ്പോൾ ഇവന്റെ ഫ്രണ്ട്സ് ആയിരിക്കും ഞങ്ങളുടെ കൂടെ ഉണ്ടാവുക, ഞങ്ങൾ രണ്ടുപേരും കൂടെ, അല്ലെങ്കിൽ ഇപ്പൊ എന്റെ ഫ്രണ്ട്സ് ആയിരിക്കും ഉണ്ടാവുക. കോമൺ ഫ്രണ്ട്സേ ഉള്ളൂ. നിങ്ങള് കണ്ണേമടങ്ങാലും ഫ്രണ്ട്സ് ആയിട്ടായിരുന്നു. അത് കണ്ടു നോക്കും, അപ്പൊ അറിയാം ആ ചിത്രത്തിൽ ഇവൻ എത്രമാത്രം എന്നെ സഹായിക്കുന്നു.